നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്തൊരവസ്ഥയായി പോയി ജയപാലിന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തന്റെ മകനെതിരെ യമന് വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. അതല്ല കാവേരിയുടെ മാസ്റ്റർ പ്ലാൻ ആന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്ത് CI പറഞ്ഞു, ജയപാല തന്റെ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ. അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെതിരെ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. ജയപാലൻ പറഞ്ഞു, സാറേ അതിന് സാറിന് അറിയാവുന്ന കാര്യമല്ലേ, എന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മകൻ പറയുമെങ്കിലും വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടി പരാതി തന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഇവന് ഈ പെൺകുട്ടിയെ അടിച്ചതിന്റെ പാടും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ട്, അറിയാലോ. അതുകൊണ്ട് പെട്ടെന്നൊന്നും നിങ്ങളുടെ മകൻ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, ഇത് സാറേ വെറുതെ അനാവശ്യം പറയരുത്, എന്റെ മകൻ അങ്ങനെയും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലാതെ ഇതെങ്ങനെയൊന്നും അല്ല സംഭവം. സാറിനറിയാലോ കാര്യങ്ങളൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോ CI പറഞ്ഞു, ജയപാല എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പരാതി തന്നു കഴിഞ്ഞു. പരാതി എടുത്ത് അതിനെതിരെ ആക്ഷൻ എടുക്കാന്നുള്ളതാണ് എന്റെ നിലപാടെന്ന് പറഞ്ഞു. ഈ സമയം ജയപാലൻ നേരെ കാവേരിക്ക് നേരെ തിരിഞ്ഞു, എടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, എന്റെ മോൻ എന്തേലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ആ സമയം കാവേരി പറഞ്ഞു, ജയപാല സാറേ കാവേരി തുടങ്ങിയിട്ടുള്ളൂ, അവസാനിപ്പിച്ചിട്ടൊന്നുമല്ല. ഇതല്ല, ഇതിന്റെ പിന്നാലെ ഇനി വലുത് വരാൻ പോവുക. സാർ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അങ്ങനെ അങ്ങോട്ട് ഒതുക്കി തീർക്കാന്നോ? ഒരു കാരണവശാലും ഇല്ല. സാറിന്റെ മോനെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. എന്റെ യമുനയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പകരം ഞാൻ ചോദിച്ചിരിക്കും. സാർ ആരോടാ കളിക്കണേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജയപാലൻ ഒന്നിങ്ങനെ നോക്കി. ഇപ്പൊ ജയപാലൻ പറഞ്ഞു, എടി നീ ജയിച്ചെന്നൊന്നും വിചാരിക്കണ്ട. ജയവും തോൽവിയല്ല. എന്റെ അച്ഛന്റെ പണം തട്ടിയെടുത്ത് ആദ്യം, പിന്നീട് എന്റെ അനുജത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് നിങ്ങളുടെ മകന്, നിങ്ങളുടെ ചോരയല്ലേ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അതും പോരാഞ്ഞിട്ട് വിനീതേടനെ കള്ളക്കേസ് കുടുക്കി അകത്തിടാൻ ശ്രമിച്ചു. ആ സമയത്ത് CA പറഞ്ഞു, വിനീതിനെ കൂടെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ വിനീതിനെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ വിനീതിനോട് പോയിക്കൊള്ളാനായിട്ട് പറയാണ്. ഇനിയിപ്പോ പ്രശ്നമില്ല, കാരണം കേസ് നേരെ തിരിഞ്ഞെന്നുള്ള കാര്യം CAക്ക് മനസ്സിലായി. ഇനി വിനീതിനെ പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിൽ കേസ് വേറെയാകും. ഇവിടുന്ന് കാവേരിയൊക്കെ പോയി വല്ല കമ്മീഷണർക്ക് പരാതി കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്റെ തലയിലിരിക്കും തൊപ്പി കത്തിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയം CA പറഞ്ഞു, ഇതേ ഇവനെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു. അപ്പോഴേക്ക് ജയപാലൻ ചോദിച്ചു, എന്തൊക്കെ സാറേ പറയണേ? എന്റെ മോനെ പിടിച്ച് അകത്തിടാനാ? പിന്നല്ലാതെ ഇവനെ പിടിച്ച് അകത്തിടാതെ പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഈ സമയത്ത് യമുന ഇങ്ങനെ അവനെ നോക്കുവാണ്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, യമുനെ നിന്റെ ദേഹത്ത് കൈവച്ചവനല്ലേ, പോയി കൊടുക്കാൻ പറഞ്ഞു അവനിട്ട്. അപ്പോഴേക്കും യമുന പോയി അവനെ അടിക്കുകയോ ഒടിക്കുകയൊക്കെ ചെയ്യുവാണ്. ആ സമയത്ത് ജയപാലനൊക്കെ പാഞ്ഞങ്ങോട്ട് വന്നു. അപ്പത്തേനും യമുന ഇവിടെ തൊട്ടു പോവരെന്ന് പറഞ്ഞു, ഇവൻ ചെയ്ത ക്രൂരത നിങ്ങൾ ഇവന്റെ അച്ഛനാണല്ലോ, അല്ല നിങ്ങളുടെ മകനായതുകൊണ്ടായിരിക്കും ഇവനിങ്ങനെയൊക്കെ ചെയ്തതല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച് വിളിച്ചോണ്ട് പോയിട്ട് എന്നോട് കൊടും ക്രൂരത ചെയ്തവനവന്. ഇവന് ഒരു കാലത്തും ഗതി പോകുന്നില്ല. ഇവന്റെ നിങ്ങളുടെയൊക്കെ മേലുള്ള വിശ്വാസം കാരണം ഞാനവിടേക്ക് പോയത്. പക്ഷെ ഇവൻ ചെയ്ത ക്രൂരതയോ. ആ സമയത്ത് പോലീസുകാരെ വന്ന് വിശാലിനെ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ജയപാലൻ തടഞ്ഞു. ദേ എന്റെ മോനെ തൊട്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CI വന്ന് ജയപാലനെ അങ്ങോട്ട് മാറ്റിയെടുത്തി. താനും കൂടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്കൊക്കെയാണ് ഇടപെട്ടിട്ടുണ്ടല്ലോ, തന്നെ പിടിച്ച് എനിക്ക് അകത്തിടേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നീട് കാവേരിയോട് പറഞ്ഞു, യമുനയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിനീതും കാവേരിയും യമുനയൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം ജയപാലിന് സഹിക്കാൻ പറ്റിയില്ല. ജയപാലിന്റെ കണ്ണിന് മുന്നിൽ കൂടെയാണ് വിശാലിനെ പിടിച്ച് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിടുന്നത്. ആ സമയം ജയപാലൻ പറഞ്ഞു, വിപിൻ സാറേ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. സാറിനറിയാലോ ഞാൻ ആരാന്ന്. ജയപാല അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ പരാതിയുടെ കോപ്പി വേണേ തന്നെ ഞാൻ കാണിക്കാം, എത്ര വ്യക്തമായിട്ടാണ്. അത് മാത്രമല്ല നിങ്ങളുടെ മകൻ ചെയ്ത കൊടും ക്രൂരത എന്താണെന്നറിയോ? ആ പെൺകുട്ടി ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ നിങ്ങളുടെ മകൻ പുറലോകം കാണാൻ പോകുന്നില്ല. അമ്മാതിരി കൊടും ക്രൂരതയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ജയപാലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് പ്രവീണയുടെ കോള് വരുന്നത്. ജയപാലിന് എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. പിന്നീട് എടുത്തിട്ട് പ്രവീണ ചോദിച്ചു, എന്തായി ജയപാലേട്ട, എന്തിനാ പോയത്? എന്താ പ്രശ്നം എന്താ? അത് പിന്നെ ആ കാവേരിയൊക്കെ കൊണ്ടു പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയണം. അത് കേട്ടപ്പോഴത്തേനും പ്രവീണ അവരെ വിളിച്ച് കരഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. പിന്നീട് രാജേശ്വരിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. എനിക്ക് എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഇപ്പം തന്നെ വേണം. രാജേശ്വരി എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗം കൊണ്ട് എനിക്ക് എൻ്റെ മോനെ ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേശ്വരിയും കൂട്ടിക്കൊണ്ട് പ്രവീണ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. ഈ സമയത്ത് വിനീതും കാവേരിയും യമുനയൊക്കെ വീട്ടിലേക്ക് ചെല്ലുവാണ്.
വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്ന് ഗംഗ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിനീതേട്ടാന്ന് പറഞ്ഞോണ്ട്. കാരണം വല്ലാത്തൊരു ടെൻഷനായിരുന്നു അവിടെ എല്ലാവർക്കും. അപ്പോഴാണ് ശരിക്കും എല്ലാവർക്കും ശ്വാസം വീണത് പോലും. രാധമ്മ വന്നിട്ട് ചോദിച്ചു, എടാ മോനെ, നിന്നെ അവർ തല്ലോ മറ്റോ ചെയ്തോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല രാധമ്മേ. രാധമ്മ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ശാരദ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ആകെപ്പാടെ ടെൻഷനിലായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. ആ സമയം കാവേരി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിനീതണ്ണൻ കൂട്ടിക്കൊണ്ട് വരുവുള്ളെന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. അപ്പോഴേക്കും ശാരദ ചോദിച്ചു, എങ്ങനെയാ പിന്നെ എങ്ങനെയാ ഇറക്കിക്കൊണ്ട് വന്നേ? പോലീസുകാർ ഇവിടെ വിട്ടാന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് കാവേരി പറയുന്നത്, അതെ യമുന ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുത്തു. കാരണം അവൻ ചെയ്ത ദുഷ്ടതകൾക്ക് വെറുതെ വിടാൻ പറ്റുമോ? അപ്പോഴ് ശാരദയ്ക്ക് പേടിയായി. ശാരദ പറഞ്ഞു, മോളെ ഇനി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാവോ? കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ജയബാലൻ നമ്മളെ മോളെ വെറുതെ വിടുവോന്ന് ചോദിച്ചു. അയാൾ ഇങ്ങോട്ടേക്ക് വരട്ടെ കളിക്കാനായിട്ട്, അയാൾക്കിട്ടുള്ള പണി കൊടുക്കൂന്ന് പറഞ്ഞു. അയാളെ വെറുതെ വിടാൻ പോകുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഒരു കാരണവശാലും ഇല്ല. അയാൾ കുറെ നാളായി കളിക്കുന്നത്. അയാളുടെ കളി ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ശാരദ പറഞ്ഞു, അയാൾ സൂക്ഷിക്കണം, വിഷപ്പാമ്പാണ്, ഏത് നിമിഷം അയാൾ കൊത്താൻ കാത്തിരിക്കുവാന്ന് പറഞ്ഞു. ഇനി അയാളുടെ അടവോ അഭ്യാസമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ദേ അമ്മായി ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ശരിയാന്നേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മായി ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഇതേ സമയം പ്രവീണയാണെങ്കിൽ കരഞ്ഞു പെറുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. കൂടെ രാജേശ്വരി ഉണ്ട്. അങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച ലോക്കപ്പിൽ കിടക്കുന്ന വിശാലിനെയാ. വിശാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രവീണ ഓടി അങ്ങോട്ട് ചെന്നു. എടാ മോനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശാലിനെ കയ്യിലേക്ക് പിടിക്കുവാണ്. എടാ എന്താടാ ഇത്? ജയബാലേട്ട ഇതെന്താ? എന്റെ മോനെന്താ അകത്ത് കിടക്കുന്നേ? എന്റെ മോനെ ഇതേ ഒരു പോറൽ പോലും പറ്റിയുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ജയബാലൻ പറഞ്ഞു, പ്രവീണ ഞാന് ജയബാലേട്ട എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് എന്റെ മോനെ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ആ സമയത്ത് ജയബാലൻ പറഞ്ഞു, അത് അങ്ങനെയൊന്നും പറ്റില്ല, കേസ് സ്ട്രോങ് ആണെന്ന CI പറയണേ. അതേ ജയബാലന് കുറെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ആ സമയത്ത് രാജേശ്വരി ചോദിച്ചു, എന്താ ജയബാലേട്ട ഇത്? അത് ആ യമുനയും കാവേരിയൊക്കെ നമുക്കിട്ട് പണിതാ. അവര് പരാതി കൊടുത്തിരിക്കുന്നു, കള്ളപ്പരാതി കൊടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു, കള്ളപ്പരാതിയാണെങ്കിൽ പോലീസ് നിയമം കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇവന്റെ ദേഹത്ത് ഇത്ര ചതവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും പോലീസിന് സ്വീകാര്യമാവില്ലെന്ന് ചോദിച്ചു. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല എന്നൊക്കെ ആ CI പറയണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രവീണ പറഞ്ഞു, അതൊന്നും എനിക്കൊക്കെ അറിയേണ്ട കാര്യമില്ല ജയബാലേട്ട, എങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ മോനെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയബാലൻ CIയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, സാറേ എൻ്റെ മോനെ കൊണ്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് വേണം ചെയ്യാം, പൈസ വേണേ പൈസ തരാം, എത്ര ലക്ഷം വെള്ളം മുടക്കാന്ന് പറഞ്ഞു. ജയബാല, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ ഇവനെ പുറത്തിറക്കണ ഒരേ ഒരു മാർഗമുള്ളൂ, പരാതിക്കാരി പരാതി പിൻവലിക്കണം. അതെ, പരാതിക്കാരി പരാതി പിൻവലിക്കണം, അല്ലാതെ വക്കീലിനെ കൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല. കാരണം അത്ര സ്ട്രോങ് കേസാ, എവിഡൻസോട് കൂടിയ കേസാണ്. എവിഡൻസ് ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല അറിയാലോ, ഇത് സ്ത്രീ പീഡനമാണ്, അതുകൊണ്ട് അങ്ങനെ ജാമ്യമൊന്നും കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം ജയബാലൻ പറഞ്ഞു, സാർ എന്തൊക്കെയാ പറയണേ? അതോ രക്ഷയോട് ജയബാല, അല്ലാതെ ഇവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ പരാതി എന്ന പെൺകുട്ടിയെ പോയി കണ്ട് അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരി, പരാതി പിൻവലിക്കാൻ നോക്ക്, അല്ലാതൊരു മാർഗമില്ലെന്ന് പറഞ്ഞു. ജയബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ കാവേരിയുടെയും യമുനയുടെയും ഒക്കെ കാല് പിടിക്കാതെ തരവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി, തൻ്റെ മോനെ പുറത്തിറക്കാനായിട്ട്. അല്ലെങ്കിൽ അവൻ സെല്ലിനകത്ത് കിടക്കുകയുള്ളൂ. ആകെപ്പാടെ വിഷമിച്ചു പോയി. ജയബാലനിട്ട് കിട്ടിയ ഒന്നാം തന്നെ ഒരു അടിയായിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഗംഗയുടെ യമുനയുടെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഉച്ചയ്ക്കാണ് ഞാൻ നീതിയുടെ സുധീഷിൻ്റെ കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവർ, കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.